यादों के पुराने एल्बम में छुपा के रखे हैं हमने वो दिन, गुल्लक में पड़ी चवन्नी सी बचा के रखे हैं हमने वो दिन. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന ലോക് ബാബുവിന്റെ കഹാനിയാണ്. കഹാനിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ക്രിക്കറ്റ് മത്സരങ്ങളുടെ ഒരു ലോകത്തേക്ക് നമുക്ക് കടന്നു പോയല്ലോ. നമുക്കൊരു കളി കണ്ടിട്ട് വരാം. And he's gone all the way to the fence as well. Shot. Oh, strong shot that is. So good. Oh, that's a close one again. And he has been given this time. It's 83 for 2. Aidan Markram just trying to force the pace, running down to leg spinner, trying to hit that gap over mid-wicket and hitting it straight to mid-wicket. എല്ലാവരും കളി ആസ്വദിച്ചില്ലേ? ഇത്തരത്തിലുള്ള കളികളെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലേ. ഇവിടെ ഒരു ക്രിക്കറ്റ് കളിയെ സ്നേഹിച്ച ഒരു ബാലന്റെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാഠത്തിന്റെ പേര് വൈറ്റ് ക്യാപ്പ്, എഴുതിയിരിക്കുന്നത് ലോക് ബാബു ആണ്. നമുക്ക് പാഠത്തിലേക്ക് കടന്നു പോകാം. കേശവ് എന്ന് പറയുന്ന കുട്ടിയുടെ കഥയൊന്ന് നമുക്ക് കേട്ടുവരാം. നയ് ബസാഹട്ടോं के कारण हर साल शहर की शक्ल बदल जाती थी. क्या है बसाहट? बसाहट अर्थ होती है വാസസ്ഥലം. നയ് ബസാഹട്ടോं के कारण എന്ന് പറഞ്ഞാൽ പുതിയ വാസസ്ഥലങ്ങൾ കാരണം. ഹർ സാൽ എല്ലാ വർഷവും ഷഹർ കി ഷക്ൽ ബദൽ ജാത്തി തി. ഷഹർ കി ഷക്ൽ പട്ടണത്തിന്റെ രൂപം എന്ത് ചെയ്യാറുണ്ട്? ബദൽ ജാത്തി തി മാറാറുണ്ട്. നിർമ്മാണധീൻ ഇമാരത്തോ മേ കാം കർണേ വാലെ മസ്ദൂർ. നിർമ്മാണധീൻ ഇമാരത്തോ മേ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളിൽ കാം കർണേ വാല ജോലി ചെയ്യുന്ന മസ്ദൂറോ ക ഗാവ് തൊഴിലാളികളുടെ ഗ്രാമം. ഇത്തനി ദൂർദ ഇത്രയും ദൂരെയായിരുന്നു കി എന്തെന്നാൽ റോസ് വഹാ ലൗട്ട് നഹി സക്തേ. എല്ലാ ദിവസവും അവർക്ക് തിരിച്ച് ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയുകയില്ല. ऐसे മസൂർ അത്തരം തൊഴിലാളികൾ നിർമ്മാണധീൻ ഇമാരത്തോ കെ ആസ്പാസ് ഇത്തരം നിർമ്മാണത്തിലിരിക്കുന്ന ഇമാരത്ത് കെട്ടിടങ്ങളുടെ ആസ്പാസ് സമീപം കിസി കോനേമേ ഏതെങ്കിലും ഒരു മൂലയിൽ അപ്നി ഘട്ടറിയാം രഖ്കർ തങ്ങളുടെ ഘട്ടറിയാം കപ്പടെ ബന്ധാ ഹുവ സാമാൻ വസ്ത്രങ്ങൾ കെട്ടിയ സാധനങ്ങൾ അടക്കി വെച്ചിട്ട് കിസി കോനേമേ ഘട്ടറിയാം രഖ്കർ അങ്ങനെ ഏതെങ്കിലും ഒരു മൂലയിൽ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ വെച്ചിട്ടുണ്ട്. ചുൽഹ സുലഖാക്കർ സുലഖാന യാനി കത്തിക്കുക, അടുപ്പ് കത്തിക്കുക. ചുൽഹ സുലഖാന അടുപ്പ് കത്തിച്ചുകൊണ്ട് ഭോജൻ ബനാത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഓർ ഗാത്തെ കഴിക്കുകയും ചെയ്യുന്നു. ഓർ രാത് ഗുസാർത്തേതെ തങ്ങളുടെ രാത്രി സമയം അത്തരം കെട്ടിടങ്ങളിൽ എന്ത് ചെയ്യുന്നു? അവർ ചിലവഴിക്കുകയും ചെയ്യുന്നു. ഇനി മസ്ദൂർ പെഹ്റദാരോമേ മസ്ദൂർ ഇത്തരം മസ്ദൂർ തൊഴിലാളികളും ഓർ പെഹ്റേദാരോമേ കാവൽക്കാരിലും ഏക് പരിവാർ ഒരു കുടുംബം കേശവ് കാബീദ കേശവന്റേത് കൂടിയായിരുന്നു. കേശവ് 8 साल का छोटा सा नाटा सा सावला सा लड़का था. കേശവൻ എന്ന് പറയുന്നത് 8 साल का 8 വയസ്സുള്ള ചോട്ടാസ ചെറിയ നാട്ടാസ പൊക്കം കുറഞ്ഞ സാവലാസ ഇളം കറുപ്പ് നിറമുള്ള ലഡ്കാത ഒരു ആൺകുട്ടിയായിരുന്നു. ഉസ്കെ മാതാപിതാ അവന്റെ അച്ഛനമ്മമാർ ബേംതാര ജില്ലയ്ക്ക് ഛത്തീസ്ഗഡിലെ ബേംതാര എന്ന് പറയുന്ന ജില്ലയിൽ നിന്നും കിസി ഗാവ് സെ യഹാ പഹുഞ്ചേത് ഒരു ഗ്രാമത്തിൽ നിന്നും ഇവിടെ എത്തിയതാണ്. എവിടെയാണ് ബേംതാര ഉള്ളത്? ഛത്തീസ്ഗഡിലെ ബേംതാര എന്ന് പറയുന്ന ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നും ഇവിടേക്ക് എത്തിയതാണ് അവന്റെ മാതാപിതാക്കൾ. ഫെബ്രുവരി മാഹക്കെ അന്തമേ ഫെബ്രുവരി മാസത്തിന്റെ അവസാനം ജബ് ഗർമി അപ്നി പാവ് പസാറിനെ ലഗ്തി തി ചൂട് കൂടുന്ന സമയത്ത് തീസരി കക്ഷാമേ അപ്നി വാർഷിക് പരീക്ഷ ദേ ചുക്കനെ കെ ബാദ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ അപ്നി വാർഷിക് പരീക്ഷ തന്റെ വാർഷിക പരീക്ഷ എഴുതിയതിനു ശേഷം കേശവ് അപ്നെ ദാദാജി സെ കേശവ് തന്റെ ദാദാജിയോട് തന്റെ മുത്തശ്ശനോട് മാതാപിതാക്കെ പാസ് ഷഹർ ജാനെ കി ജിദ് കർ ബൈഠ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പട്ടണത്തിലേക്ക് പോകാൻ വാശി പിടിച്ചു.
ബുഡാപ്പെ മേ ബച്ചാ കുച്ചാ ദിമാഖ്. ബുഡാപ്പെ അങ്ങനെ വാർദ്ധക്യത്തിന്റെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഉസ് വൃദ്ധ ദമ്പതി, ആ വൃദ്ധരായ ദമ്പതിമാർ ജബ് പോത്തേനെ കുത്തർന ശുരു കർ ദിയ, നമ്മുടെ ആ ചെറുമകൻ എന്ത് ചെയ്തു? കുത്തർന ശുരു കർ ദിയ, പ്രയാസപ്പെടുത്താൻ ആരംഭിച്ചപ്പോൾ ഹതാഷ് ഹോക്കർ, നിരാശരായിട്ട് അല്ലെങ്കിൽ വിഷമത്തോടു കൂടി ഉസ്കെ ദാദാജിനെ, അവന്റെ മുത്തശ്ശൻ ഉസ്കെ ബസ് മേ ബിഠാക്കർ, അവനെ ബസ്സിൽ കയറ്റിയിട്ട് യഹാ ആക്കർ, ഇവിടെ കൊണ്ടുവന്ന് മാതാപിതാക്കെ പാസ് ലാ ചോട, അച്ഛനമ്മമാരുടെ അടുത്തേക്ക് കൊണ്ടുചെന്നാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എത്തിയ കേശവൻ എന്ത് ചെയ്തു? യഹാ ആക്കർ കേശവ്, ഇവിടെ എത്തിയ കേശവൻ ദിൻ ഭർ കെ ലിയെ, പകൽ മുഴുവൻ പരിവാർ കെ അസ്ഥായി ठेरे में अकेला पड़ते रहने को मजबूर था, തന്റെ കുടുംബത്തിന്റെ അസ്ഥായി ठेरे ഉറപ്പില്ലാത്ത അവരുടെ ആ ഷെഡില് അഖേല പടേ രഹ്നേക്കോ, ഒറ്റക്ക് താമസിക്കുവാൻ മജ്ബൂർ, നിർബന്ധിതനായിരുന്നു. ആഖിർ അവസാനം കുച്ച് ഹി ദിനോ, കുറച്ച് ദിവസങ്ങളുടെ അകുലാത്തെ പടേ രഹ്നേക്കെ ബാദ്, അകുലാത്തെ പടേ രഹന, ഘബരാക്കെ പടേ രഹന, ഭയപ്പെട്ട് താമസിച്ചതിന് ശേഷവും കേശവ് ഉസ് ढेरे से बाहर निकला, കേശവൻ ആ ഷെഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ആസ്പാസ് കി ദൂസരി കോളനിയോ മേ, സമീപത്തുള്ള മറ്റു കോളനികളിൽ ചക്കർ ലഗാന ഗൂംന, ചുറ്റിക്കറങ്ങിയതിനു ശേഷം ഫിർ ഏക് കോളനി കെ പാസ്, പിന്നീട് ഒരു കോളനിയുടെ അടുത്തുള്ള ലഡ്കോങ്കോ, കുട്ടികൾ ക്രിക്കറ്റ് ഖേൽത്താ ദേഖ്കർ, ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടപ്പോൾ ടെഹർ ഗയ, അവിടെ നിന്നു. വഹ് ദൂർ ഏക് നീം കെ പേട് കെ നീച്ചെ, അവൻ ദൂരെ ഒരു നീം കെ പേട് കെ നീച്ചെ, വേപ്പ് മരത്തിന്റെ താഴെയായിട്ട് ഛായാമി, അതിന്റെ തണലിൽ ബൈഠ് ഗയ, ഇരുന്നു. ബാക്കി ലഡ്കെ നിശ്ചിന്ത് ഹോക്കർ, മറ്റുള്ള കുട്ടികളെല്ലാം നിശ്ചിന്ത് ഹോക്കർ, യാതൊരു ചിന്തയുമില്ലാതെ ക്രിക്കറ്റ് ഖേൽത്തെ രഹെ, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കേശവ് അബ് റോസ് ദിൻമേ, കേശവൻ ഇപ്പോൾ റോസ് എല്ലാ ദിവസവും ദിൻമേ, പകൽ സമയത്ത് ലഡ്കോങ്ക, ആൺകുട്ടികളുടെ ഖേൽ ദേഖ്നെ, കളി കാണുവാൻ വേണ്ടി ഉദർ ആനെ ലഗ്ത, അവിടേക്ക് ആനെ ലഗ, വരാൻ തുടങ്ങി. നീം കെ നീച്ചെ, വേപ്പ് മരത്തിന്റെ താഴെ ബൈഠെ, ഇരുന്നു കൊണ്ട് അപ്ന ഖേൽ ദേഖ് രഹെ, തങ്ങളുടെ കളി കാണുന്ന കേശവനെ, ലഡ്കോനെ, ആൺകുട്ടികൾ കുച്ച് ഹി ദിനോ, കുറച്ച് ദിവസങ്ങൾ അപ്നെ ഖേൽ മേ ഷാമിൽ നഹി കിയ, തങ്ങളുടെ കളികളിലൊന്നും ഷാമിൽ നഹി കിയ, പങ്കെടുപ്പിച്ചില്ല. മഗർ എന്നാൽ ഉസെ അപ്നി ഹസി മസാഖ് ക വിഷയ് ജറൂർ ബനാ ദിയ, അവനെ തങ്ങളുടെ തമാശകളുടെ ഒരു കഥാപാത്രമാക്കി തീർച്ചയായിട്ടും അവർ മാറ്റിയിരുന്നു. ഖേൽ മേ ഔട്ട് ഹോക്കർ, കളിയിൽ ഔട്ടായിട്ട് വരുന്ന ഖിലാഡി, കളിക്കാർ, യാ പെഹ്ലെ നീം കെ പേട് കെ നീച്ചെ ആക്കർ, ആദ്യം തന്നെ വേപ്പുമരത്തിന്റെ താഴെ വന്നിരിക്കുന്ന ലഡ്കെ, ആൺകുട്ടികൾ, ബീച്ച് മേ, ഇടക്കിടക്ക് ഉസ്കി ഘോപ്പടി മേ, അവന്റെ തലയോടിൽ തബല ബജാന, കൈകൾ കൊണ്ട് കൊട്ടി ശബ്ദമുണ്ടാക്കുമായിരുന്നു. കബി മസാഖ് മേ, ചിലപ്പോൾ തമാശക്ക്, സിർ പർ ഹാത്ത് ബി മാർത്ത, തലയിൽ ശക്തമായിട്ട് മാർന്ന, അടിക്കുകയും ചെയ്യുമായിരുന്നു. തോ അപ്പോഴൊന്നും കേശവ് മുസ്കുരാത്ത രഹ, പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. കുച്ച് ബഡേ ലഡ്കെ, കുറച്ച് മുതിർന്ന കുട്ടികൾ, സഹാനുഭൂതി ജതാത്തെ, അവനോട് സഹാനുഭൂതി, ദയ കാണിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്കി ഘോപ്പടി കെ പീച്ചെ മത് പടോ യാർ, എന്തിനാണ് നിങ്ങൾ അവന്റെ തലയിൽ അടിക്കുന്നത് എന്നവർ പറയുമായിരുന്നു. ദുഃഖ ഹോഗ, അവന് വേദനിക്കുന്നുണ്ടായിരിക്കും. കുച്ച് ഹി ദിനോമേ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വോ ലഡ്കോം കാ ഖേൽ കാ ജറൂറത്ത് ബി ബൻ ഗയ, അവൻ ആ കുട്ടികളുടെ കളിയുടെ ഒരു ജറൂറത്ത്, ആവശ്യമുള്ള ഘടകമായിട്ട് മാറി. കളിക്കാനല്ല, മറിച്ച് എന്തായിരുന്നു? കിസി ലഡ്കെ കെ സമയപ്പർ, ഏതെങ്കിലും ആൺകുട്ടികൾ സമയപ്പർ ന പഹുഞ്ചനെ പർ, സമയത്ത് എത്താതാകുമ്പോൾ കേശവനെ ഉസ്കെ ഗർ ബുൽവാനെ ബേജനെ ലഗ, അവരുടെ വീടുകളിലേക്ക് അവനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമായിരുന്നു. കേശവ് ഉച്ചക്കർ, കേശവൻ അത് കേൾക്കുമ്പോൾ ഉച്ചക്കന ഊപ്പർ ഉടുക്കർ, മുകളിലേക്ക് ഉയർന്ന് അപ്പനെ നന്നെ ഹാത്തോസെ, തന്റെ നന്നെ ഹാത്തോസെ, ചെറിയ കൈകൾ കൊണ്ട്
ലഡ്കേക്ക് ഘർക്കി ആ ആൺകുട്ടികളുടെ വീടുകളിലെ ഊഞ്ചി കോളിംഗ് ബെൽ ഉയർന്ന കോളിംഗ് ബെല്ലുകൾ ബജാത്ത അടിക്കുമായിരുന്നു, കോളിംഗ് ബെൽ അടിക്കുമായിരുന്നു. ലഡ്ക ഗുദ് പ്രകട് ഹുവാത്തോ ടീക് ഹെ ആൺകുട്ടികൾ നേരിട്ട് പുറത്തു വന്നാൽ യാതൊരു കുഴപ്പവുമില്ല. യദി ഘർവാലെ നിക്കലാത്തെ എങ്ങാനും അവരുടെ വീട്ടുകാരാണ് ബെല്ല് അടിച്ച് കേട്ട് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ കേശവ് കോ ദേഖർ കേശവനെ കാണുമ്പോൾ എന്തു സംഭവിക്കുമായിരുന്നു? അപ്പനെ ലഡ്കേക്കോ ഗേലിനെ ന ഭേജനേക്ക തങ്ങളുടെ മകനെ കളിക്കാൻ പറഞ്ഞയക്കണ്ട എന്ന അവരുടെ ഉസ് ഇറാദ ആ തീരുമാനം ഓർ പക്ക ഹോ ജാത്ത ഒന്നുകൂടി ദൃഢമായിട്ട് മാറുമായിരുന്നു. ഗുല്ലു ആജ് ഗേലിനെ നഹി ജായെങ്കെ ഇന്ന് ഗുല്ലു കളിക്കാനൊന്നും വരുന്നില്ല. പടായി കരേങ്കെ അവൻ പഠിക്കാൻ പോവുകയാണ്. തും ഭാഗ് യഹാസെ നീ ഇവിടുന്ന് ഓടിപ്പോകൂ എന്നെല്ലാം ആര് പറയുമായിരുന്നു? ആ ആൺകുട്ടികളുടെ അച്ഛനമ്മമാർ പറയുമായിരുന്നു. ആന്റി ഉസ്കെ ദോസ്ത് ബുലാ രഹേ ഹൈ ആന്റി അവന്റെ ദോസ്ത് അവന്റെ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട്. കേശവ് മാസൂമ്യസ് കേത്ത കേശവൻ വളരെ സങ്കടത്തോടു കൂടി പറയുമായിരുന്നു. തുംകോ ഭാഗ്നെ ബോലാ ഹെ നിന്നോട് ഇവിടുന്ന് ഓടിപ്പോകാനല്ലേ പറഞ്ഞത്? ഫിർബി ഗഡേ ഹോ പിന്നെ ഇവിടെ നിൽക്കുന്നത് എന്തിനാ? ലഗാओ ക്യാ ദോ ചാപ്പട്ട് എന്തിനാ 2-3 അടി കിട്ടണോ നിനക്ക് ഇവിടുന്ന് ഓടിപ്പോകാൻ എന്നെല്ലാം അവനെ വഴക്കുകൾ കേട്ടിട്ടും അവൻ എന്ത് ചെയ്യാറില്ല, തന്റെ കൂട്ടുകാരനെ വിളിക്കാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. തബ് ഖിലാഡിക്ക് ഖമി അത്തരം അവസരങ്ങളിൽ ഇങ്ങനെ കളിക്കാരന് കിട്ടാത്ത അവസരങ്ങളിൽ ഖിലാഡിക്ക് ഖമി ആ കളിക്കാരുടെ കുറവ് ഉസ്കി പൂർത്തി അത് പൂർത്തിയാക്കുന്നത് കേശവ് സെ കി ജാത്തി തി കേശവനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു. മഗർ പക്ഷെ എന്തിനാണ്? ദൂർ ഇമാരത്തോസെ ദൂരെ കെട്ടിടങ്ങളിൽ നിന്നും ഓർ ജാഡിയോസെ കുറ്റിക്കാടുകളിൽ നിന്നും ഓർ ഗന്ദി നാലിയോസെ അഴുക്ക് ചാലുകളിൽ നിന്നും ബോൾ ലാനേക്ക ജിമ്മ ബോൾ കൊണ്ടുവരാനുള്ള ജിമ്മ ഉത്തരവാദിത്തം കേശവ് കാബി ഹോത്ത ആരുടേതായിരുന്നു? കേശവന്റേതായിരുന്നു. वो चाहे वो दोनों टीमों में किसी का भी हिस्सा हो അവൻ 2 ടീമുകളിൽ ആരുടെ ഭാഗത്തു നിന്ന് കളിച്ചാൽ പോലും ഇത്തരം ഉത്തരവാദിത്തങ്ങളാണ് അവർക്ക് കിട്ടിയിരുന്നത്. കൈബാർ ഒരുപാട് തവണ ഉസ്കി ബോൾ അവരുടെ ബോള് കിസി ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? കിസി ഗൂങ്കാർ ദമ്പതിക്ക് ചില ഭയാനക സ്വഭാവമുള്ള ദമ്പതിമാരുടെ കുടുംബങ്ങളുടെ അഹാത്തേമെ പുരയിടത്തിലേക്ക് ചലി ജാത്തി പോയി വീഴാറുണ്ട്. ജിനെ ലഡ്കോങ്കോ ഇതർ ഖേൽന കബി പസന്ത് ബി നെയ്ത അത്തരം ആളുകൾക്ക് ഈ കുട്ടികൾ ഇവിടെ കളിക്കുന്നത് പോലും എന്തായിരുന്നില്ല? പസന്ത് ബി നെയ്ത ഇഷ്ടമായിരുന്നില്ല. ബഡേ ലഡ്കോങ്കോ മുതിർന്ന കുട്ടികൾ വഹാ ബോൾ മാങ്കനെ ജാനെ പർ അവിടേക്ക് ബോള് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അപമാനിത് ഹോനെ അപമാനിക്കപ്പെടുമെന്നും और ബോൾ ഹാത്ത് സെ ഗോ ജാനെ ബോൾ കയ്യിൽ നിന്നും ധോ ജാന നഷ്ടപ്പെടുമെന്നുള്ള ഡർ ഭയമുണ്ടായിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട് തന്നെ വെ കുച്ച് ദേർ റുക്കർ അവർ കുറച്ചു സമയം കഴിഞ്ഞിട്ട് ചുപ് കേസെ ആരും കാണാതെ കേശവ്ക്ക് ഉൻകെ അഹാത്തേമെ കേശവനെ അവരുടെ വീടുകളുടെ പുരയിടത്തിലേക്ക് പുരയിടത്തിന്റെ ഉള്ളിലേക്ക് ഉത്താർത്തെ ഇറക്കി കൊടുക്കുമായിരുന്നു. കേശവ് ബന്ദർ കി തർ നമ്മളെ പാവം കേശവൻ ബന്ദർ കി തർ ഒരു കുരങ്ങനെ പോലെ ബാഹർ കീഞ്ചിലെ കേശവൻ എന്ത് ചെയ്യുന്നു? ബോൾ ബോൾ കണ്ടെത്തിയിട്ട് ബാഹർ ഉച്ചാൽ ദേത്ത പുറത്തേക്ക് ഉച്ചാൽ ദേത്ത എറിഞ്ഞു കൊടുക്കുമായിരുന്നു. അവർ ലടുക്കെ ആൺകുട്ടികൾ കേശവ്ക്കോ വാപ്പസ് കേശവനെ തിരിച്ച് അഹാത്തേക്ക് ബാഹർ ആ പുരയിടത്തു നിന്ന് പുറത്തേക്ക് ഗീഞ്ചിലെത്തി വലിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഗേൽ കെ ജ്യാദാത്തർ സമർ ഇങ്ങനെ കളിയുടെ ഭൂരിഭാഗം സമയവും കേശവ് കിനാരെ ബൈഠത്ത നമ്മുടെ പാവം കേശവൻ കളിക്കുകയല്ല മറിച്ച് മൂലയിൽ ഒരു തീരത്ത് ഇരിക്കുകയാണ് ചെയ്തിരുന്നത്. ബാക്കി ലഡ്കോങ്കോ ഖേൽത്ത ദേഖ്ത രഹത്ത മറ്റു കുട്ടികൾ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ ചുമതല. कोई भी टीम उसे अपनी तरफ से खिलाने को तैयार नहीं होती ഒരു ടീമും അവനെ തങ്ങളുടെ ടീമിന്റെ ഭാഗമായിട്ട് കളിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. കൈ ബാർ ഒരുപാട് തവണ കേശവനെ അപ്പനെ മാതാപിതാസെ കേശവൻ തന്റെ അച്ഛനമ്മമാരോട് മാതാപിതാസെ ബല്ല ഓർ ബോൾ ഖരീദ് ദേനേക്ക ബാറ്റും അതുപോലെ ബോളും ഖരീദ് ദേനേക്ക വാങ്ങിച്ചു തരുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. മഗർ മാതാപിതാനെ ഉസെ
ठपड़ लिया എന്നാൽ നമ്മുടെ അച്ഛനമ്മമാർ അവൻ എന്ത് ചെയ്തു? ठपड़ दिया डांटना വഴക്ക് പറഞ്ഞു. जब तू अच्छे नंबर में 5वीं पास कर लेगा നീ നല്ല മാർക്ക് വാങ്ങിച്ച് 5ാം ക്ലാസ് പാസ്സാകുമ്പോൾ तब बॉल खरीद देगा അപ്പൊ നിനക്ക് ബോൾ വാങ്ങിച്ചു തരുമെന്നാണ് പറയാറ്. और बल्ला अब बैठो उसके बारे में तब सोचेंगे അതിനെ കുറിച്ചൊക്കെ ഞാൻ അപ്പ ചിന്തിച്ചോളാം എന്ന് അച്ഛൻ പറയുമായിരുന്നു. ബേച്ചാറ കേശവ് നമ്മളെ പാവം കേശവൻ റുവാസ പട കരഞ്ഞുകൊണ്ട് ഇരിക്കുമായിരുന്നു. മഗർ രാത്കു രാത്രിയാകുമ്പോൾ സപ്നമേ സ്വപ്നത്തിൽ ഓ അപ്നേക്കോ അക്സർ അവൻ സ്വയം എന്ത് ചെയ്യുന്നു? ക്രിക്കറ്റ് ഖേൽത്താ രഹത്ത ക്രിക്കറ്റ് ഖേൽത്താ ദേഖാ കർത്താത ക്രിക്കറ്റ് കളിക്കുന്നത് കാണുമായിരുന്നു സ്വപ്നത്തിൽ. ഉസ്കെ ഹാത്തോമേ അവന്റെ കൈകളിൽ നയാ ബല്ല പുതിയ ബാറ്റ് സിർപ്പർ ചക്ക് തലയിലോ നല്ല ചമക്ത വൈറ്റ് ക്യാപ്പ് ഒത്തി വെളുത്ത തൊപ്പിയും ഉണ്ടാകുമായിരുന്നു. ടാങ്കുപോമേ മുട്ടിലോ ഷാന്താർ മോട്ടെ പാഡ് വളരെ ഭംഗിയുള്ള ഒരു മോട്ടെ തടിച്ച പാഡും ഉണ്ടാകുമായിരുന്നു. പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പന്ത് തട്ടാതിരിക്കാൻ വേണ്ടി കാലിൽ കെട്ടുന്ന ഒരു വസ്തുവാണ്, ഒരു പാഡാണ്. ഓക്കെ. കസെ ഹൊത്തേത് കസ്ന എന്ന് പറഞ്ഞാൽ മുറുക്കി കെട്ടുകയാണ്. മോട്ടെ മേട്ടക്കി തെര് ഇതൊക്കെ ചെയ്യുമ്പോൾ മോട്ടെ ഒരു തടിച്ച മേടക്കിക്ക് തെര ഒരു തവളയെ പോലെയാണ് ദിക്കിൻത്തെ അങ്ങനെ കാണപ്പെടുന്ന ഉസ് രൂപക്കി കൽപ്പന ആ രൂപം അത് സങ്കല്പിച്ചുകൊണ്ട് ഓ മൻഹീമൻ അവൻ മനസ്സിൽ മുസ്കുരാത്ത പുഞ്ചിരിക്കുകയും ചെയ്യാറുണ്ട്. ദൂസരെ ലടുക്കെ മറ്റു കുട്ടികൾ ലടുക്കെ ചകിത് ഹോക്കർ വളരെ അത്ഭുതത്തോടുകൂടി ഉസെ ഗേൽത്ത ദേഖ്തെ അവനെ കളിക്കുന്നത് നോക്കി നിൽക്കുന്നത് ഓ സപ്നേമേ ദേഖ്ത അവൻ സ്വപ്നം കാണുകയാണ്. ഓർ വോ ധനാഥൻ അവൻ എന്ത് ചെയ്യുന്നു? ധനാഥൻ നിരന്തരമായിട്ട് റൺ ബനാത്ത റൺ ഉണ്ടാക്കുന്നു. और ये छक्का ഇത് 6 और ये चौका ഇത് 4 नहीं നോട്ട് ഔട്ട് ഇല്ല ഔട്ട് ആയിട്ടില്ല ഇന്നെല്ലാം അവൻ ഉറക്കത്തിൽ ഇങ്ങനെ ബഡാന പിറുപിറുക്കുന്നുണ്ടായിരുന്നു. കബി കബി ഉഡ്ബൈട്ട ചിലപ്പോഴൊക്കെ ഇങ്ങനെ പിറുപിറുത്ത് എഴുന്നേറ്റിരിക്കാറുണ്ട്. ഉസ് സമയം മാതാപിതാ ഉസെ ഡാണ്ട് ഗാനപ്പെടുത്തി അത്തരം സമയങ്ങളിൽ നമ്മുടെ അച്ഛനമ്മമാരുടെ ചീത്ത അവന് കേൾക്കേണ്ടതായിട്ട് വരികയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ നമ്മുടെ കേശവന്റെ ക്രിക്കറ്റ് കളിക്കുക എന്നുള്ള സ്വപ്നം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു ടീമിന്റെയും ഭാഗമായിട്ട് കളിച്ചിട്ടില്ല. അടുത്ത ദിവസം നമ്മുടെ കുട്ടികൾ ഒരു പുതിയ കളിയൊക്കെ ആരംഭിക്കുന്നുണ്ട്, ഒരു ടെസ്റ്റ് മാച്ച് ഒക്കെ ആരംഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നെടുത്ത ഭാഗം ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുമല്ലോ. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. गुल्लक में पड़ी चवन्नी सी बचा के रखे हैं हमने वो दिन